എന്താ പേര്? ബിനു. ഇലയിലാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത്. പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതന്നെ വൃത്തി അല്ലേ? നല്ല വൃത്തിയുള്ള ഇലാണ് കേട്ടോ. ഒരു പൊട്ടില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഇലയിലും ഒരു പൊട്ട് ചതവ് ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ടുള്ള അല്ലേ കേട്ടോ. അങ്ങനെ ദോശമായിട്ട് വന്നിട്ടുണ്ട്. നോക്കാം ഇതെങ്ങനെ പ്രൈസ് എത്ര വരുന്നേ? ആ 2 or 3 10 രൂപ വരുന്നുള്ളൂ. വെച്ച് ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഇപ്പൊ കേരളത്തിൽ വന്നപ്പോൾ വേറെ ഞെട്ടല്. വെറും 10 രൂപക്ക് അത് കൊടുക്കുന്നത്. അയ്യപ്പെട്ട് എന്താ ഒക്കെ നിങ്ങൾക്ക് ജീവിച്ചു പോവോ? 10 രൂപയ്ക്ക് കൊടുത്താല് എനിക്ക് അത്ഭുതമായിട്ടോ. 10 രൂപ എന്ന് പറഞ്ഞപ്പോ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഞെട്ടിയത്. കാരണം അവിടെ മധുര റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഇതേ വലുപ്പത്തിൽ 15 രൂപ. ഞാൻ അതാ ഒരു ഹൈപ്പായി വെച്ചോ. മതി. അപ്പൊ നമ്മളെ കേരളത്തിലുണ്ട് വില കുറഞ്ഞിട്ടുള്ള ഹോട്ടലുകൾ എന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മള് കോഴിക്കോടാണെങ്കിൽ ഇത് എത്ര രൂപ കൊടുക്കണം അറിയടാ? 60 രൂപന്റെ മേൽപോട്ട് കൊടുക്കണം. 60 രൂപന്റെ മേൽപോട്ട്. ഒന്ന് നോക്കി ആയിക്കോട്ടെ. അല്ല ടേസ്റ്റ് നോക്കിയോടി, കഴിച്ചോളി. ഒന്ന് വീഡിയോ എടുത്താൽ മതി. അപ്പം 10 രൂപന്റെ ദോശ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സാധനം കേട്ടോ. 10 രൂപക്കൊക്കെ ഇവിടെ വളർത്തുന്നവരൊക്കെ ഭാഗ്യം കേട്ടോ. ഏട്ടന്മാരെ, നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് നിങ്ങളെ ഭാഗ്യാണ്. 10 രൂപയ്ക്ക് ദോശ എന്നാ കഴിഞ്ഞില്ല. ചട്നി അടിപൊളി. ഇത് ടൊമാറ്റോ ആണ്. ഇത് ഏതാ ചട്നി? മുളക് ചമ്മന്തി. അത് കുറച്ച് ഉപ്പ് കൂടുതലാണ്. അത് എനിക്കായിരിക്കും, മറ്റുള്ളവർക്ക് എന്താ അറിയില്ല. ഇത് സൂപ്പർ കേട്ടോ. ഈ ചട്നി സാമ്പാറും കേട്ടോ. സാമ്പാറും സൂപ്പറാണ് കേട്ടോ. ഇത് മാത്രമല്ല എനിക്ക് കുറച്ച് ഒരു ഉപ്പായിട്ട് തോന്നിയത്. ഓക്കെ.